ഈ വീഡിയോയിൽ കാണുന്നത് ഹിമാലയത്തിൽ ശരിക്കും പറഞ്ഞാൽ 2023 ഇത് കണക്കാണ്, ഡാറ്റയാണ്. 20 പേരാണ് മരിച്ചുപോയത്. ഈ മീൻസ് പല ലോകത്തുനിന്ന് പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. ഹിമാലയൻ മേളിൽ അതിൻ്റെ ഉച്ചസ്ഥാനത്തെത്താനായിട്ട് പലരും വരുന്നുണ്ട്. അങ്ങനെ മരിച്ചു പോകുന്നതാണ് 20 പേര്. പക്ഷേ 2025 കുറവാണ്, 5 പേരെ മരിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം വേറെ എന്ന് പറയുന്ന നേരത്ത് ഇതിനകത്ത് ഇപ്പം അതായത് ഇപ്പം വേറെ ഇതിൽ കണക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പല സ്പോർട്സ് ഉണ്ട്. വാട്ടർ റാഫ്റ്റിംഗ് ഉണ്ട്, സ്കൈ ഡൈവിംഗ് ഉണ്ട്, പിന്നെ സ്ക്യൂബ ഉണ്ട്. ഇതിനെല്ലാത്തിനും എത്ര പേര് മരിക്കുന്നെന്ന്, റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട്, ഇതിലൊക്കെ എത്ര പേര് മരിക്കുന്നെന്ന് ഒരു കണക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വാട്ടർ റാഫ്റ്റിംഗ് ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പോകാൻ നേരത്ത് എന്ന് പറയുന്ന നേരത്ത് അത് മനസ്സിലാക്കിക്കൊള്ളണം. അവർ എഴുതി വാങ്ങുകയും ചെയ്യും. കാര്യം ഇതുപോലത്തെ ടൂറിസം, ഇതുപോലത്തെ സ്പോർട്സ് ടൂറിസം അതിന് പങ്കെടുക്കുകയാണെങ്കിൽ അവർ നമ്മളതിനെ എഴുതി വാങ്ങിക്കും. അതായത് ഇതിനകത്ത് മരിക്കാവുന്ന വരെ റിസ്ക് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണം. അടുത്തതെന്ന് പറയാൻ നേരത്ത് ഇപ്പം ഹിമാലയം തന്നെയാണെങ്കിൽ നമ്മൾ നോക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കരമായിട്ട് മറ്റേ തണുപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മരിക്കുന്നതിൻ്റെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് മരിക്കുന്നു, അതിൽ ഭയങ്കരമായിട്ട് തണുപ്പ്, പിന്നെ എന്ന് പറയാൻ നേരത്ത് ഉരുൾപൊട്ടൽ, അത് തന്നെ അവലഞ്ചസ്, അത് എനിക്ക് തോന്നുന്നത് ഐസിൻ്റെ ഉരുൾപൊട്ടലാണ്. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ മരിക്കുന്നത്. ഇത് മീൻസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ പോവുകയും ചെയ്യുന്നത്. അപ്പം എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഹോർമോൺ, ഒരു ത്രില്ല് കിട്ടും. അതിൻ്റെ റിലീസ് വരാൻ നിർത്തണം. ത്രില്ല് കിട്ടുന്ന കാരണമാണ് ആൾക്കാർ ഇപ്പോൾ പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ അതിങ്ങനെ ചിലവർ അഡിക്റ്റഡ് ആണ്. അതായത് മരണത്തിൻ്റെ അടുത്ത് വരുന്നത്, ഒരു ബോഡിയിൽ വരുന്ന കെമിക്കൽസിൻ്റെ മാറ്റം, ആ ഒരു ത്രില്ല്, അത് പലരും അഡിക്റ്റഡ് ആണ്. ഇതിനെപ്പറ്റി പറയാൻ നേരത്തെ നമ്മൾ അങ്ങനെ എന്താ പറയുക, നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. വേറെ ഒന്നുമില്ല. ഇതിനകത്ത് പല എന്താ പറയുക, നമ്മൾ ഈ പരിപാടിക്ക് പോകാൻ നേരത്ത് ഇതിനകത്ത് എന്താ പറയുക, അതായത് ആ പോകുന്ന ആൾക്ക് പല എന്താ പറയുക ടെക്നിക്സ്, അതെല്ലാം പുള്ളി വളരെ വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ടെക്നിക്സ് എന്ന് പറയുന്ന നേരത്ത് ഡിസിപ്ലിൻ പലതും, അല്ലാതെ അതൊരു എന്താ പറയുക, പിന്നെ നമ്മളെ തന്നെ പരമാവധി പുഷ് ചെയ്യാണ്, അതിൻ്റെ ലിമിറ്റ്സ് പുഷ് ചെയ്യാന്ന് അർത്ഥം. അപ്പോൾ ചില കാര്യത്തിൽ എന്തായാലും തിരിച്ചും പുഷ് ചെയ്യും. അതും നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ടതാണ്. കാര്യം തിരിച്ചും പുഷ് ചെയ്യും. പിന്നെ എന്ന് പറയുന്ന നേരത്ത് മരണം മീൻസ് ഇത് അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ എന്ന് പറയുന്ന നേരത്ത് ഏറ്റവും നല്ലതായിട്ട് ഭംഗിയായിട്ട് സുന്ദരമായിട്ട് അതായത് ഇതൊക്കെ ചെയ്യുന്നവർ പോലും തന്നെ ആണെങ്കിലും, ഇപ്പം മൗണ്ടൻ കയറുന്നവരാണെങ്കിലും അവർ റിപ്പീറ്റായിട്ട് കയറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ മരണം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഈ അഡ്വഞ്ചർ സ്പോർട്സിന് പോകുന്ന നേരത്ത് മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ റിപ്പീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റിപ്പീറ്റായിട്ട് ചെയ്യുന്നവർക്ക് മരണം തീർച്ചയായിട്ടും വളരെ ഹൈ ചാൻസ് ആണ്. താങ്ക് യു.